മെഷീൻ ലേണിംഗ് പാരഡൈംസ് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. 4 പാരഡൈംസ് ഉള്ള അല്ലെങ്കിൽ 4 ടൈപ്സ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിൽ ഫസ്റ്റ് വൺ ആണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. വാട്ട് ഇസ് സൂപ്പർവൈസ്ഡ് ലേണിംഗ്? നമ്മൾ നമ്മളുടെ മെഷീൻ ലേണിംഗ് മോഡലിന് ഇൻപുട്ടും ഔട്ട്പുട്ടും ഒരുമിച്ച് കൊടുക്കും. ദാറ്റ് ഇസ് വി ഗിവ് ലേബിൾഡ് ഡേറ്റ. ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഇവിടെ 3 പൂക്കളുടെ പടം വരച്ചിട്ടുണ്ട്. കണ്ട പൂക്കൾ പോലെ തന്നെ ഇരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ 3 ഫ്ലവേഴ്സിന്റെ ഫോട്ടോ ഞാൻ മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കുകയാണ്. ആൻഡ് ഐ എം ഗിവിംഗ് ഇറ്റ് that this is the thing that I am giving you. അതായത് ഇത് ഒരു ഫ്ലവർ ആണ്, ഇതൊരു ഫ്ലവർ ആണ്, ഇതൊരു ഫ്ലവർ ആണ്. So this image is my input and this is my expected output. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം കൂടെ ഞാൻ എന്റെ മെഷീൻ ലേണിംഗ് മോഡലിന് കൊടുക്കും. അപ്പൊ മെഷീൻ ലേണിംഗ് മോഡൽ എന്നാ ചെയ്യും? അത് ഈ 3 ഇമേജസും ഇങ്ങനെ നോക്കും. ഓക്കെ, ഇവര് 3 ഫ്ലവർ ആണ് അല്ലെ, എങ്ങനെ ഒരു 3 ഫ്ലവർ ആവുന്ന അങ്ങനെ ഒരു പാറ്റേൺ കണ്ടുപിടിക്കും. ക്ലിയർ ആവുന്നുണ്ട്? അപ്പൊ ചിലപ്പം ഇതിന്റെ ഇതളുകൾ കൊണ്ടായിരിക്കും കണ്ടുപിടിക്കുന്നത്. ഇതിനെല്ലാത്തിനും ഇതളുകളുണ്ട് അല്ലെ, ഇതിന് സ്റ്റെം ഉണ്ട്. ഇവിടെ ഞാൻ സ്റ്റെം വരച്ചേക്കാം. എല്ലാത്തിനും സ്റ്റെം ഉണ്ട്. അപ്പം ഇങ്ങനെ കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ വെച്ചിട്ട് ഈ ഒരു മെഷീൻ ലേണിംഗ് മോഡൽ കുറച്ച് ഒരു പാറ്റേൺ കണ്ടുപിടിക്കും. ഓക്കെ ഫൈൻ, ഇങ്ങനെ ഇതളുകളുള്ള സ്റ്റെം ഉള്ളതിനെയാണ് നമ്മൾ ഫ്ലവർ എന്ന് പറയുന്നത് എന്നുള്ള രീതിയിൽ നമ്മുടെ സിസ്റ്റം ട്രെയിൻഡ് ആവും. നെക്സ്റ്റ് വാട്ട് വിൽ ഐ ഡു? ഐ വിൽ ഗിവ് അനദർ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ വേറൊരു പൂവിന്റെ ഫോട്ടോ ഇങ്ങനെ 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 കുറെ ഇതുള്ള ഇങ്ങനെ ഞാനൊരു ഫോട്ടോ കൊടുക്കുകയാണ്. ദിസ് ഇസ് മൈ ഇൻപുട്ട്. ഓക്കെ, ഞാൻ അപ്പൊ എന്നിട്ട് എന്റെ മെഷീൻ ലേണിംഗ് മോഡലിനോട് ചോദിക്കണം വാട്ട് ഇസ് ഇറ്റ്. അപ്പൊ ഇതിന് ഓൾറെഡി 2 കണ്ടുപിടുത്തങ്ങളുണ്ട്. എന്താണ്? ഇതളുകൾ ഉള്ളതും സ്റ്റെം ഉള്ളതും ഒരു ഫ്ലവർ ആണ് എന്നുള്ളൊരു കണ്ടുപിടുത്തമുണ്ട്. സോ ഈ ഒരു ഡേറ്റ കാരണം, ഈ ഒരു ലേബിൾഡ് ഡേറ്റ കാരണം മൈ മെഷീൻ ലേണിംഗ് മോഡൽ ഇസ് ഏബിൾ ടു മേക്ക് എ പ്രെഡിക്ഷൻ ദാറ്റ് യെസ് ദിസ് ഇസ് ഓൾസോ എ ഫ്ലവർ. ഇതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ മോഡലിന് ലേബിൾഡ് ഡേറ്റ കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് എന്ന് പറഞ്ഞ് ലേബിൾഡ് ഡേറ്റ നമ്മൾ കൊടുക്കുകയാണ്, അതിനെ ട്രെയിൻ ചെയ്യാണ് ടു മേക്ക് പ്രഡിക്ഷൻസ്. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറയുന്നത് അഗൈൻ നമുക്ക് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഇസ് ക്ലാസിഫിക്കേഷൻ ആൻഡ് റിഗ്രഷൻ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, ബേസിക് ആയിട്ട് തരാം. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ ഫൈനൽ ഔട്ട്പുട്ട് ഒരു കാറ്റഗറി ആയിരിക്കും. റിഗ്രഷൻ എന്ന് പറയുന്നത് ഫൈനൽ ഔട്ട്പുട്ട് ഒരു നമ്പർ ആയിരിക്കും. ഡോണ്ട് വറി, നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോയെന്നേ ഉള്ളേ. ഇനി ഇതിന്റെ പ്രോസസ്സ് നമുക്ക് നോക്കാം എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. ലേബിൾഡ് ഡേറ്റ നമ്മൾ സിസ്റ്റത്തിന് കൊടുത്തു എന്ന് നമ്മൾ പറയുന്നത് വളരെ ശരിയാണ്. പക്ഷെ ഈ ലേബിൾഡ് ഡേറ്റയ്ക്കകത്തുനിന്ന് 80% ട്രെയിനിങ് ഡേറ്റ ആയിട്ട് പോകുന്നത്. എന്താണ് ഈ ട്രെയിനിങ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ കൊടുക്കും. ആർക്ക്? അതായത് ഞാൻ ഈ ഒരു പൂ കാണിച്ചു ഇത് ഫ്ലവർ ആണെന്നുള്ളത് നമ്മളുടെ സിസ്റ്റത്തിന് പറഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ മോഡലിന് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഡേറ്റയാണ് ട്രെയിനിങ് ഡേറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അതിന് പർട്ടിക്കുലർ ആയിട്ട് ഒരു ലേണിംഗ് അൽഗോരിതം എടുത്തിട്ട് നമ്മൾ മോഡലിനെ ട്രെയിൻ ചെയ്യും. ഓക്കെ, ഇത് ഫ്ലവറിന്റെ പിക്ചർ ആണ്, അടുത്തത് ഇതൊരു ഫ്ലവറിന്റെ പിക്ചർ ആണ്. അങ്ങനെ ഒരു 4-5 അല്ലെങ്കിൽ ഒരു 8-10 പിക്ചർ ഞാൻ കൊടുക്കുന്നത് വിചാരിക്കുക. ഓക്കെ, ക്ലിയർ? ഇനി അത് കഴിഞ്ഞ് മോഡൽ ട്രെയിൻഡ് ആയി. ഇനി മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യണം. അതായത് ഇപ്പം ഈ മോഡൽ ഒരു പാറ്റേൺ ഒക്കെ കണ്ടുപിടിച്ചു. ഓക്കെ, ഫ്ലവറിന് ഇതളുകൾ ഉള്ളതും സ്റ്റെം ഉള്ളതും ഫ്ലവർ ആണ് എന്നുള്ള ഒരു മനസ്സിലാക്കലിലോട്ട് നമ്മളുടെ മോഡൽ എത്തിയെന്ന് വിചാരിക്കാം. എങ്ങനെ ഇതിനെ ഇവാലുവേറ്റ് ചെയ്യും? ഇത് കറക്റ്റ് ആണോ, ഇത് കറക്റ്റ് ആയിട്ടാണോ ഇതിന്റെ പാറ്റേൺ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നുള്ളത്? അതിനായിട്ടാണ് വി യൂസിങ് ദി ടെസ്റ്റ് ഡേറ്റ. അതായത് ഞാൻ നേരത്തെ ഒരു 3 പടങ്ങൾ കാണിച്ച് നമ്മൾ മോഡലിന് കൊടുത്തിട്ട് അവസാനം ഒരു പടം വെച്ച് ഇവാലുവേറ്റ് ചെയ്തില്ലേ, ആ ഒരു ഡേറ്റയാണ് ടെസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത്. അപ്പൊ ഈ ടെസ്റ്റ് ഡേറ്റയിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ ഫ്ലവറിന്റെ പിക്ചർ മാത്രമായിട്ട് ഞാൻ കൊടുത്തിട്ട് മോഡലിനോട് പറയാം എന്താണ് സംഭവം. അപ്പൊ മോഡലിന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കെ ആ ഒരു പാറ്റേൺ ഒക്കെ വെച്ചിട്ട് മാച്ച് ചെയ്യുമ്പോഴത്തേന് യെസ് ദിസ് ഇസ് എ ഫ്ലവർ എന്ന് പറഞ്ഞ് വരുവാണ്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഡേറ്റ, കേട്ടോ, ഒരു ഇമേജ് മാത്രമല്ല, അങ്ങനെ ഒരു സെറ്റ് ഓഫ് ഡേറ്റ കൊടുത്ത് മോഡലിനെ ഇവാലുവേറ്റ് ചെയ്യും. ഇഫ് ദ മോഡൽ ഈസ് ബിഹേവിംഗ് ഗുഡ് ദേ വിൽ ഡിപ്ലോയ് ദ മോഡൽ. അതാണ് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ സംഭവിക്കുന്നത്. സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ദാറ്റ് എക്സാമ്പിൾ ഇസ് ബേസ്ഡ് ഓൺ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ക്ലാസിഫിക്കേഷന്റെ ടൈപ്പിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇവിടെ എനിക്ക് കുറച്ച് ഡേറ്റ ഉണ്ട്. ഐ വോണ്ട് ടു ഗെസ്, അല്ലെങ്കിൽ ഐ വോണ്ട് ദ മെഷീൻ ലേണിംഗ് മോഡൽ ടു ടെൽ മീ വെദർ എ സ്റ്റുഡന്റ് വുഡ് ബി പ്ലേസ്ഡ് ഇൻ എ പ്ലേസ്മെന്റ് സെഷൻ. ഓക്കെ, ആൻഡ് എന്റെ കയ്യിലുള്ള ഡേറ്റ എന്ന് പറയുന്നത് CGPA അറിയേഴ്സ്, അതായത് എത്ര സപ്ലി ഉണ്ട് എന്നുള്ളതിന്റെ കൗണ്ട് ആണ്. ഓക്കെ, ഞാൻ എന്റെ മോഡലിന് ആദ്യമായിട്ട്, സിൻസ് ഇറ്റ്സ് എ സൂപ്പർവൈസ്ഡ്, ഞാൻ എന്റെ മോഡലിന് ആദ്യമായിട്ട് കുറച്ച് ഡേറ്റ കൊടുക്കുകയാണ്. ഓക്കെ, ഇതാണ് എന്റെ ഇൻപുട്ട്, ഇത് രണ്ടുമാണ് എന്റെ ഇൻപുട്ട്, ദിസ് ഇസ് മൈ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യമേ കുറച്ച് സെറ്റ് ഓഫ് ട്രെയിനിങ് ഡേറ്റ കൊടുത്തു. അതായത് 8 CGPA ഉള്ള കുട്ടി അറിയേഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേസ്ഡ് ആവും.
7 CGP ഉള്ള കുട്ടി ഒരു അരിയർ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലേസ്ഡ് ആവും. 5 CGP ഉള്ള കുട്ടിക്ക് 3 അരിയർ ഉണ്ടെങ്കിൽ പ്ലേസ്ഡ് ആവില്ല. ഇതാണ് ഞാൻ കൊടുക്കുന്ന ഡേറ്റ. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ടെസ്റ്റ് ഡേറ്റ, അതായത് എന്റെ ഔട്ട്പുട്ട് ഗസ് ചെയ്യണം, ആര് മെഷീൻ ഗസ് ചെയ്യണം. 9 CGPയും 0 അരിയേഴ്സ് ഉള്ള കുട്ടി പ്ലേസ്ഡ് ആകുമോ ഇല്ലയോ. ഇനി നമ്മളുടെ മെഷീൻ ലേണിംഗ് മോഡൽ, നമ്മുടെ മോഡൽ എന്താണ് ചെയ്യുന്നത് നോക്കാം. മോഡൽ എന്ത് ചെയ്യും, ഈ ട്രെയിനിങ് ഡേറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ മോഡൽ വാട്ട് വിൽ ഇറ്റ് ട്രൈ ടു ഡു, ഇറ്റ് വിൽ ട്രൈ ടു ഫൈൻഡ് എ പാറ്റേൺ, അല്ലെ, ഒരു പാറ്റേൺ കണ്ടുപിടിക്കും. അതായത് CGPA 7 കൂടുതലുള്ള എല്ലാവരും പ്ലേസ്ഡ് ആയിട്ടുണ്ട് ആണേ. ഇപ്പൊ CGPA ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആയവർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അരിയേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയവർ പ്ലേസ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നതെന്നുള്ളൂ. പാറ്റേൺ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് എന്താണ് ഇലിസ്ട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇത് ഗ്രാഫിക്കലി ആണ് നമ്മളിത് പ്ലോട്ട് ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടീഷൻസ് ആയിട്ട് നിങ്ങൾക്ക് ഇടുവാണേ. ഓക്കെ, അപ്പം അങ്ങനെയുള്ളവർ പ്ലേസ്ഡ് ആയി എന്നുള്ള രീതിയിലാണ് നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ ഇവിടെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. ഇനി എന്താണ് ക്വസ്റ്റ്യൻ, എന്താണ് ടെസ്റ്റ് ഡേറ്റ്, എന്താണ് CGPA 9ഉം 0 അരിയേഴ്സ് ഉള്ളവർ പ്ലേസ്ഡ് ആവും. നമുക്ക് പാറ്റേൺ വെച്ച്, ഈ ഒരു പാറ്റേൺ വെച്ചിട്ട് നമ്മൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് നോക്കിക്കേ. CGP ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ്, അരിയേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ നമ്മുടെ മോഡൽ എന്ത് പറയും, യെസ് ദി സ്റ്റുഡന്റ് വിൽ ഗെറ്റ് പ്ലേസ്ഡ്. ഇവിടെ കിട്ടുന്നുണ്ടാവും. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് ഇത് ക്ലാസിഫിക്കേഷന്റെ കീഴിൽ വരുന്നത്, വി ഹാവ് ഓൺലി 2 ഔട്ട്പുട്ട്സ് ഹിയർ, വിൽ ഗെറ്റ് പ്ലേസ്ഡ്, വിൽ നോട്ട് ഗെറ്റ് പ്ലേസ്ഡ്. പിടി കിട്ടിയോ? ഈ 2 പോസിബിൾ കാറ്റഗറീസ് നമുക്ക് ഈ ഒരു പ്രോബ്ലത്തിനുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിഫിക്കേഷന്റെ കീഴിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. നമുക്കിനി സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. അത് റിഗ്രഷന്റെ എക്സാമ്പിൾ ആണ്. റിഗ്രഷൻ എന്ന് പറയുമ്പോൾ ഈ പ്രീവിയസ്ലി പോലെ ഒരു കാറ്റഗറിയിലോട്ടൊന്ന് പ്ലേസ് ചെയ്തില്ല. ഇറ്റ് വിൽ ബി എ ന്യൂമറിക്കൽ വാല്യൂ. നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറയുന്നത് ഒരു ഫുഡ് ഡെലിവറി ആപ്പ് ടൈം പ്രെഡിക്റ്റീവ് ആണ്. അതായത് എത്ര സമയം കൊണ്ടാണ് നമുക്ക് ഫുഡ് ഡെലിവർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. എന്റെ മെഷീൻ ലേണിംഗ് മോഡലിലോട്ട് ഞാൻ എന്റെ ട്രെയിനിങ് ഡേറ്റ കൊടുക്കുകയാണ്. 2 കിലോമീറ്റർ ഡിസ്റ്റൻസും ട്രാഫിക് ലോയും ആണെങ്കിൽ 15 മിനിറ്റ്, 4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാഫിക് മീഡിയം ആണെങ്കിൽ 25 മിനിറ്റ്, 6 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാഫിക് ഹൈ ആണെങ്കിൽ 40 മിനിറ്റ്. നൗ മൈ ടെസ്റ്റ് ഡേറ്റ ഈസ് ആസ്കിംഗ് 5 കിലോമീറ്റർ ആൻഡ് ദ ട്രാഫിക് ഇസ് മീഡിയം, ഹൗ മച്ച് ഡെലിവറി ടൈം വിൽ ഇറ്റ് ടേക്ക്. ഓക്കെ, ഇവിടെ ഇപ്പൊ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുവാണ് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് മോഡലിലേക്ക് ഒരു പാറ്റേൺ കണ്ടുപിടിക്കാനായിട്ടായിരിക്കും ശ്രമിക്കുക. 2 കിലോമീറ്റർ ഓക്കെ, 2 കിലോമീറ്റർ ലോ ട്രാഫിക് ആണെങ്കിൽ 15 മിനിറ്റ്. ഓക്കെ, 4 കിലോമീറ്ററും മീഡിയം ആണെങ്കിൽ 25 മിനിറ്റ്. ഓക്കെ, 6 കിലോമീറ്റർ ആണെങ്കിലും ട്രാഫിക് ഹൈ ആണെങ്കിലും 40 മിനിറ്റ്. ഇപ്പൊ നമുക്ക് ചോദ്യം നോക്കി ഇതിന്റെ ബിറ്റ്വീനിൽ വരുന്നത് അല്ലെ, 5 കിലോമീറ്ററും ട്രാഫിക് മീഡിയം ആണ്, എത്ര സമയം എടുക്കും എന്നുള്ളത്. ഇവിടെ ട്രാഫിക് മീഡിയം ആയതുകൊണ്ട് 25ന്റെയും 40 ഈ ഡിസ്റ്റൻസും ട്രാഫിക് മീഡിയം ആയതുകൊണ്ട് ഇതിന്റെ ഇടയിലായിരിക്കും വരിക. അപ്പൊ മെഷീൻ ലേണിംഗ് മോഡൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതായത് 25ന്റെയും 40ന്റെയും ഇടയിലായിരിക്കും. പക്ഷെ ട്രാഫിക് ഹൈ അല്ല, അപ്പൊ 40 വരെ പോകാനായിട്ട് ചാൻസ് ഇല്ല. അപ്പൊ ഒരു 27, 30, 35 മിനിറ്റ് കൊണ്ട് ചിലപ്പോൾ എത്തുമായിരിക്കും അല്ലെ. കാരണം വെച്ചാൽ ഓരോ കിലോമീറ്റർ വെച്ചും എത്രമാത്രം ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നുണ്ട് ഫോർ എ മീഡിയം ട്രാഫിക് എന്നുള്ളത് മനസ്സിലാക്കി അത് വേണമെങ്കിൽ അതിന്റെ ഒരു ഔട്ട്പുട്ട് ആയിട്ട് മേ ബി ഇറ്റ് വിൽ ഗിവ് 30 മിനിറ്റ്സോ 35 മിനിറ്റ്സോ എന്തെങ്കിലും കൊടുക്കുമായിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അതാണ് ഞാൻ പറഞ്ഞ റിഗ്രഷന്റെ ഒരു ഇത്. ഓക്കെ, റിഗ്രഷൻ എന്നുള്ള ടൈപ്പിന്റെ ഇതാണ് വീൽ ഗെറ്റ് വാല്യൂ, ഒരു കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്ത് കിട്ടുകയല്ലേ ചെയ്യുന്നത്. പിന്നെ ഈ ട്രെയിനിങ് ഡേറ്റ ഇവർ അനലൈസ് ചെയ്യും. ആര്? നമ്മുടെ മെഷീൻ ലേണിംഗ് മോഡൽ അനലൈസ് ചെയ്തിട്ട് അതിൽ നിന്നുമാണ് ഓക്കെ ഈ ഒരു ടെസ്റ്റ് ഡേറ്റയ്ക്ക് ഇതായിരിക്കും ഔട്ട്പുട്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രോബബിലിറ്റി ആണ്. നമുക്ക് ഒരു കാരണവശാലും 100% ഉറപ്പില്ല 100% ഒക്കെ ഈ ടൈം കൊണ്ട് എത്തും എന്നുള്ളത് ഇല്ല. നമ്മൾ എല്ലാ കണ്ടുപിടുത്തങ്ങളും ഒക്കെ വെച്ചേച്ച് ഒരു ഐഡിയ ഓക്കെ ഇതായിരിക്കും എന്നുള്ള ഒരു കൺക്ലൂഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗ്. സൂപ്പർവൈസ്ഡ് ലേണിംഗിന് പല ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ ആദ്യത്തേത് വെതർ പ്രൊഡിക്ഷൻ ആണ്. നമ്മൾ പ്രീവിയസ് വെതേഴ്സ് ഒക്കെ വെച്ചിട്ടും ഈ വെതറിന്റെ കണ്ടീഷൻസ് ഒക്കെ വെച്ച് ഇന്നത്തെ എന്താണ് വെതർ എന്നുള്ളത് നമ്മൾ പ്രൊഡിക്ട് ചെയ്യും. അത് നമുക്ക് ഇതുപോലെ ML വെച്ചിട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഫേസ് റെക്കഗ്നിഷനും സ്പീച്ച് റെക്കഗ്നിഷനും ഒക്കെ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ ഒക്കെ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് പറയാനായിട്ട് സാധിക്കും.